റെയിൽവേയുടെ അഭിമാനമാണ് പുതിയ പാമ്പൻ പാലം. പുതിയ പാമ്പൻ പാലത്തിലൂടെ തീവണ്ടി സർവീസ് നടത്തുന്നതിന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അനുമതി നൽകി. മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വേഗത്തിൽ യാത്രാവണ്ടികളും ചരക്ക് വണ്ടികളും ഓടിക്കാം. എന്നാൽ കപ്പലുകൾക്ക് വഴിയൊരുക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സ്പാനിലൂടെ 50 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ഓടിക്കാനേ അനുമതി നൽകിയിട്ടുള്ളൂ. മണിക്കൂറിൽ 58 കിലോമീറ്ററിൽ ഏറെ വേഗത്തിൽ കടൽക്കാറ്റുള്ളപ്പോൾ പാലത്തിലൂടെ തീവണ്ടി ഗതാഗതം പാടില്ല. ദക്ഷിണ മേഖലാ സേഫ്റ്റി കമ്മീഷണർ AM ചൌധരിയും സംഘവും നവംബർ 13, 14 തീയതികളിൽ നടത്തിയ സുരക്ഷാ പരിശോധനയുടെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഒരു നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പഴയ പാമ്പൻ പാലം എഞ്ചിനീയറിംഗ് മികവിന്റെ മാതൃകയായി വാഴ്ത്തപ്പെട്ടിരുന്നുവെങ്കിൽ പുതിയ പാലത്തിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഒട്ടേറെ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുരക്ഷാ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ച ചില പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കും പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗകര്യമനുസരിച്ച് ഉദ്ഘാടന തീയതി നിശ്ചയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് പാമ്പനിലേത്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പാലം പണിതത്. 101 സ്പാനുകളും ഒരു വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത്. കപ്പലിന് വഴിയൊരുക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലത്തിന് 71.79 മീറ്റർ നീളമുണ്ട്. 1914 നിർമ്മിച്ച പഴയ പാലം കാലപ്പഴക്കം കാരണം ഗതാഗത യോഗ്യമല്ലാതായതോടെയാണ് പുതിയ പാലത്തിന്റെ പണി ആരംഭിക്കുന്നത്. പഴയ റെയിൽ പാലത്തിലൂടെയുള്ള തീവണ്ടി ഗതാഗതം അപകട മുന്നറിയിപ്പിനെ തുടർന്ന് 2022 ഡിസംബർ 23 മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇപ്പോൾ റോഡ് മാർഗം മാത്രമേ രാമേശ്വരത്ത് എത്താനാകുള്ളൂ. പുതിയ പാലം തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ ഓടും. പാലം തുറക്കുന്നതോടെ നവീകരിച്ച രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. സെന്റർ ലിഫ്റ്റ് ഗ്രൈഡർ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഡിസൈനുമായി പൊരുത്തപ്പെടാത്തതുൾപ്പെടെ ആസൂത്രണത്തിലും നിർവഹണത്തിലും വിവിധ വീഴ്ചകൾ സംഭവിച്ചതായി CRS ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ മന്ദപം മുതൽ പാമ്പൻ സ്റ്റേഷനുകൾ വരെ പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാമെന്ന് AM ചൌധരി അറിയിച്ചു. ലിഫ്റ്റ് ഗ്രൈഡറിന് മുകളിൽ 50 കിലോമീറ്റർ വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തണം. തുടർന്ന് വിശദമായി പരിശോധിച്ച വേഗതാ നിയന്ത്രണത്തിൽ ഇളവ് നൽകാമെന്ന് അടുത്ത 5 വർഷം എല്ലാ വർഷവും ഉദ്യോഗസ്ഥർ ലിഫ്റ്റ് സ്പാൻ ഗ്രൈഡർ പരിശോധിക്കണം. മോക്ക് ഡ്രില്ലുകൾ നിർബന്ധമായും നടത്തണമെന്ന് CRS റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പരിശോധനാ റിപ്പോർട്ടുകൾ കമ്മീഷനിൽ സമർപ്പിക്കണം. സ്റ്റേഷൻ മാസ്റ്റർമാർ, ഗേറ്റ്സ്മാൻ, പോയിന്റ്സ്മാൻ എന്നിവർ പുതിയ പാലത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഈ ഉദ്യോഗസ്ഥരെയും പാമ്പൻ, മന്ദബൻ സ്റ്റേഷനുകളിലെയും ബ്രിഡ്ജ് കൺട്രോളിലെയും എല്ലാ ജീവനക്കാർക്കും പുതിയ പാലത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കി നൽകണമെന്നും ചൌധരി കൂട്ടിച്ചേർത്തു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പാലം വാണിജ്യാടിസ്ഥാനത്തിൽ തുറന്നുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ത്യൻ റെയിൽവേയുടെ സതേൺ സോൺ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ട്രെയിനുകളുടെയും ഗതാഗതത്തിന് CRS നൽകിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പാലിക്കാനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. സർവീസ് പൂർണ്ണമായി ആരംഭിക്കുന്നതിന് മുന്നോടിയായി പോരായ്മകൾ പരിഹരിക്കാൻ റെയിൽവേ സുരക്ഷാ റെഗുലേറ്റർ സൗത്ത് സോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൽ CRS നിരവധി നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അവ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മധുര റെയിൽവേ ഡിവിഷൻ ഉദ്യോഗസ്ഥരും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.